നമുക്കിന്ന് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട ഉണ്ടാക്കിയാലോ. ഗോതമ്പിൻ്റെ അടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഇല എടുക്കൽ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇല എടുക്കുമ്പോൾ അവിടുത്തെ വാഴകളുടെ അവസ്ഥയും കൂടി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയിലേക്ക് ചെറു ചൂടുള്ള വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പരുവത്തിൽ അതൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം തേങ്ങ ചിരകിയത് വേണം. അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയിലേക്ക് തേങ്ങ ചിരകിയതും ഏലക്കായും ജീരകവും ഇട്ട് കുറച്ച് വറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കണം. ഇത് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വെച്ചിട്ട് അട പരത്തി തുടങ്ങാം. അട പരത്തുന്ന സമയത്ത് സൈഡിലൊരു പാത്രം വെച്ചിട്ട് കൈ ഇടയ്ക്കിടയ്ക്ക് അതിൽ മുക്കി പരത്തുന്നത് നല്ലതായിരിക്കും. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേ നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് അട ഓരോന്നായിട്ട് പരത്തി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ വീട്ടിലെപ്പോഴും അട ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ തന്നെയാണ്. ഗ്യാസ് അടുപ്പിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല രുചിയുള്ളതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതേ കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം വേവിച്ചിട്ടാണ് അട റെഡിയായത്. അപ്പോൾ അതേ അട റെഡിയായി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യണം. പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്